വായിച്ച സങ്കീർത്തനത്തിലെ ഒരു വേദഭാഗം ദൈവസന്നിധിയിൽ വായിച്ച് ഒന്നുണ്ട് കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് നമ്മുടെ സഭായോഗം നമുക്ക് അവസാനിപ്പിക്കാം. സങ്കീർത്തനങ്ങൾ 68-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. ദൈവത്തിന് സ്തോത്രം. आज का संदेश यही है. भजन संहिता 68 का 19वां वचन. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ധന്യ ഹേ പ്രഭു जो प्रतिदिन हमारा बोझ उठाता है वही हमारा उद्धार करता ഈശ്വർ ഹേ. സ്തോത്രം. അല്പ മിനിറ്റുകൾ എല്ലാവരും ശാന്തമായി ഈ വചനമൊന്ന് ധ്യാനിക്കണം. പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ നമ്മോട് ഇടപെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു വചനമാണ് ഈ വചനം. ഇന്ന് പ്രഭാതത്തിൽ ഈ സങ്കീർത്തനം വായിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് കൃപ നൽകി. സ്തോത്രം. ഹല്ലേലൂയ. ദാവീദ് രാജാവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം. അതിൻ്റെ പശ്ചാത്തലങ്ങളൊന്നും പറയുവാൻ സമയമെടുക്കുന്നില്ല. അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നു, നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ്. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ്. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവനായ കർത്താവ്. ഇന്ന് പകൽക്കാലം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ധൈര്യവും ബലവും വർദ്ധിക്കുന്നത് നമ്മുടെ ഭാരങ്ങൾ വഹിക്കുവാൻ ഒരാൾ ഉണ്ട് എന്നുള്ള ബോധ്യമാണ്. ലോകത്തിൽ ആത്മഹത്യകൾ പെരുകുകയാണ്. ചെറിയ പ്രായം മുതൽ മുതിർന്ന ആളുകൾ വരെയുള്ളവരുടെ ജീവിതം എടുത്തു പഠിച്ചാൽ ആത്മഹത്യകളുടെ എണ്ണം പെരുകുകയാണ്. ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ദൈവത്തിന് സ്തോത്രം, മനുഷ്യന് താങ്ങാൻ കഴിയാത്ത ഭാരങ്ങൾ വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ ചിന്തിക്കുകയാണ്, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല. സ്തോത്രം. ഒരു കാലഘട്ടം വരെ വേർപെട്ട ദൈവമക്കളുടെ ഇടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. സ്തോത്രം. വിവാഹമോചനങ്ങൾ നമ്മുടെ ഇടയിൽ ഇല്ലായിരുന്നു. ആത്മഹത്യകൾ നമ്മുടെ ഇടയിൽ ഇല്ലായിരുന്നു. നിർഭാഗ്യവശാൽ അവിടെ ഇവിടങ്ങളിലൊക്കെയായി ചെറിയ രീതികളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കാണുകയാണ്. ഇതെല്ലാം വിളിച്ചു പറയുന്നത്, മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ നേരിടുന്ന പ്രശ്നങ്ങളോടുള്ള ബന്ധത്തിൽ അവൻ്റെ ഭാരം വഹിക്കുവാൻ ആരുമില്ല എന്നുള്ള തോന്നൽ, ചിന്ത അവനെ മരണത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നാൽ ഈ സങ്കീർത്തനം എഴുതിയ ദാവീദ് പ്രശ്നങ്ങളുടെ നീർച്ചുഴിയിൽ അകപ്പെട്ടവനായിരുന്നു. ആ ദാവീദ് പറയുകയാണ്, എനിക്കൊരു ദൈവത്തെ അറിയാം. ആ ദൈവം നാൾതോറും എൻ്റെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവമാണ്. ഈ സഭായോഗത്തിൽ സ്വത്രം അനവധി ഭാരങ്ങളോടെ വന്നിരിക്കുന്ന ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ അരുളപ്പാടാണ്, നിന്റെ ഭാരം ചുമക്കുന്ന ഒരു ദൈവം നിനക്കായി ഉയരത്തിൽ ജീവിക്കുകയാണ്. അവിടെ ദാവീദ് പറയുന്നു, നാൾതോറും ഭാരം ചുമക്കുന്നവൻ. God does not always give strength for a lifetime. He gives strength for today. ഹല്ലേലൂയ. ദൈവം എല്ലായ്പ്പോഴും ജീവപര്യന്തം ജീവിക്കുവാൻ ആവശ്യമായ ശക്തി നൽകുന്നവനല്ല, മറിച്ച് ഓരോ ദിവസവും ജീവിക്കുവാൻ ശക്തി നൽകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത. യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെയാ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, ഒരാഴ്ചത്തേക്കുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമെന്നല്ല, ഒരു മാസത്തേക്കുള്ള ആഹാരം തരണമെന്നല്ല, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പട്ടിണി വരാതെ എനിക്ക് ആഹാരം തരണമെന്നല്ല. യേശു കർത്താവ് പഠിപ്പിച്ചത്, അന്നന്നത്തേക്കുള്ള ആഹാരം നൽകണമേ. ഇന്ന് പകലിൽ നിന്റെ ഭാരം
വഹിക്കുന്ന കർത്താവ് ഇന്ന് പകലിൽ നമ്മോട് പറയുന്നത്, സ്തോത്രം, ഓരോ ദിവസങ്ങളിലും നിന്റെ ഭാരം ചുമക്കുവാൻ, നിന്റെ ഭാരം വഹിക്കുവാൻ യേശു മതിയായ ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. വിവിധ തരത്തിലുള്ള ഭാരങ്ങളുണ്ട്. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു ഭാരത്തെക്കുറിച്ച് തിരുവചനം പറയുന്നു. ഞാൻ ഒരു ദീർഘമായ പ്രസംഗമല്ല ആഗ്രഹിക്കുന്നത്. ഇന്ന് പകലിൽ നമ്മുടെ ഭാരങ്ങൾ ദൈവഭാഗ്യം നിറക്കി വെച്ച് നമ്മൾ സ്വാതന്ത്ര്യത്തോടെ മടങ്ങിപ്പോകണം. ഹല്ലേലൂയ. 2 Chronicles chapter 10 verse 4. ഹല്ലേലൂയ. നിന്റെ അപ്പൻ ഭാരമുള്ള നുകം ഞങ്ങളുടെ മേൽ വെച്ചു. സ്തോത്രം. ശലോമോന്റെ മകനായ രെഹബെയാമിന്റെ അടുക്കൽ വന്നിട്ട് ശലോമോന്റെ ദാസനായ യെരോബെയാം പറയുകയാണ്, രെഹബെയാമിനോട് പറയുകയാ, നിന്റെ അപ്പൻ ഞങ്ങളുടെ മേൽ വലിയ ഭാരം വെച്ചു, നീ ആ ഭാരം ചെറുതാക്കി തരണം. പക്ഷേ രെഹബെയാം ചെയ്തത്, ചെറുപ്പക്കാരുടെ വാക്ക് കേട്ടിട്ട് അപ്പൻ വെച്ചതിനേക്കാൾ വലിയ ഭാരങ്ങൾ അവൻ ജനത്തിൻ്റെ മേൽ വയ്ക്കുവാൻ ഇടയായി. ഞാൻ ആ വേദഭാഗത്ത് നിന്ന് ഇങ്ങനെ പറയുകയാണ്, അപ്പന്മാര് നിമിത്തമുണ്ടാകുന്ന ഭാരം വഹിക്കുന്ന ആളുകൾ, ഹല്ലേലൂയ, അപ്പന്മാര് നിമിത്തം ഭാരം വഹിക്കുന്ന ആളുകൾ. അങ്ങനെ ആരെങ്കിലും ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഇന്ന് പകലക്കാലം ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പന്മാര് നിമിത്തം എത്രയോ തലമുറകളാണ് ഭാരം അനുഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുകയാണ്, അപ്പൻ വെച്ച ഭാരത്തെക്കാൾ അധികമായി ഭാരം ചുമത്തിയ രെഹബെയാമിനെ കുറിച്ച് ഇവിടെ വായിക്കുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇന്ന് പകലിൽ നാം അനുഭവിക്കുന്ന ഭാരം അപ്പനോ അമ്മയോ നിമിത്തമാകുന്നുവെങ്കിൽ ആ ഭാരവും ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കായി ഉയരത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു വാക്യം വായിച്ചേ. യെരമ്യ പ്രവചനം 23:36. ബുക്ക് ഓഫ് ജെറമായ ചാപ്റ്റർ 23 വേഴ്സ് 36. ഹല്ലേലൂയ. യഹോവയുടെ ഭാരം എന്ന് ഇനി മിണ്ടരുത്. സ്തോത്രം. അവനവന്റെ വാക്ക്, അല്ലെങ്കിൽ അവന്റെ വാക്ക് അവനവന് ഭാരമായി തീരും. ഹല്ലേലൂയ. സ്തോത്രം. ഞാനത് പ്രസംഗത്തിൻ്റെ ശൈലിയിലൊന്നുമല്ല പറഞ്ഞു വരുന്നത്. അവനവൻ്റെ വാക്കുകൾ നിമിത്തം ഭാരപ്പെടുന്ന ആളുകൾ. സ്തോത്രം. ചിലർക്ക് നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് വരുന്ന ഭാരങ്ങളുണ്ട് കേട്ടോ. എല്ലാവരും എനിക്കൊരു പ്രാർത്ഥിക്കണമേ എന്നൊക്കെ നമ്മൾ പലരോടും പറയുമ്പോൾ, നീ അനുഭവിക്കുന്ന ഭാരത്തിൻ്റെ പിന്നിലെ കാരണം നീയാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഇന്ന് പകൽക്കാലം ആ ഭാരത്തിൻ്റെ മേലും ജയം തരാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അവനവൻ്റെ വാക്കു നിമിത്തം വരുത്തി വയ്ക്കുന്ന ഭാരങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം, അതും ഒരു ഭാരമാണ്. 1 തിമോഥെയോസിന്റെ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തിയിലെ പുസ്തകം 5-ാം അധ്യായം 16-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 5:16. ഞാൻ ഉദ്ദേശിക്കുന്ന ആശയം ഇതാണ്. 5-6 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ദൈവസഭയ്ക്ക് ഭാരം ഉണ്ടാകാതിരിക്കേണ്ടതിന് എന്നുള്ള ഒരു ആശയം 5-6 അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. തിമോഥെയോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, ഹല്ലേലൂയ, ദൈവസഭയ്ക്ക് അധികമായി ഭാരം വരാതിരിക്കേണ്ടതിന് വിധവമാരെ കുറിച്ചുള്ള ഉത്തരവാദിത്തങ്ങളെ കുറിച്ച്
പൗലോസ് ദൈവസഭയ്ക്ക് ലേഖനത്തിലൂടെ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അർത്ഥം ഇതാണ്: ദൈവസഭകൾക്ക് ഭാരമായി തീരുന്ന അവസ്ഥകൾ. സ്തോത്രം. അതുമെന്താണ്? ഒരു ഭാരമാണ്. നമ്മളൊക്കെ ചില സമയത്തൊക്കെ ചിന്തിക്കാറില്ല, ദൈവമേ, ഞാൻ സഭയ്ക്കും ഒരു ഭാരമായല്ലോ, കുടുംബങ്ങൾക്കും ഒരു ഭാരമായല്ലോ, വ്യക്തികൾക്കും ഒരു ഭാരമായല്ലോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. തിരുവചനം പറയുന്നു, നിന്റെ ഭാരം ഏത് തന്നെയാണെങ്കിലും ദാവീദ് പറയുകയാണ്, നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഒരു കർത്താവ് ജീവിക്കുക. വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഇന്ന് പകൽക്കാലം അപ്പൻ നിമിത്തം ഭാരം അനുഭവിക്കുന്നവർ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, വാക്കുകൾ നിമിത്തം ഭാരത്തിലായി പോയവർ, നാം മറ്റുള്ളവർക്ക് ഒരു ഭാരമായി തോന്നിയ ജീവിത സാഹചര്യങ്ങൾ ഏതുമാകട്ടെ, തിരുവചനം പറയുന്നു, ഡെയിലി നമ്മുടെ ഭാരങ്ങളെ വഹിക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. ആരാണ് ഈ കർത്താവ്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശു ചുമന്നു എന്ന് പറയുന്ന 2 കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ ബലഹീനത അവൻ ചുമന്നു. 2, നമ്മുടെ വ്യാധികൾ അവൻ ചുമന്നു. ഞാൻ അതിനോട് ഇങ്ങനെ ചേർക്കുകയാണ്, നമ്മുടെ അകൃത്യങ്ങളെ അവൻ ചുമന്നൊഴിച്ചു. നമുക്ക് വേണ്ടി അവിടുന്ന് കുരിശ് ചുമന്നു. എന്തിനാണെന്നറിയാമോ? നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ഭാരങ്ങൾ നിന്നെ വിട്ട് മാറാൻ. ഇന്ന് പകൽക്കാല ഭാരത്തോടെ വന്നവർ ഭാരത്തോടെ മടങ്ങി പോകരുത് പ്രിയപ്പെട്ടവരെ. ഒരുപക്ഷെ ആരോട് പറയാൻ കഴിയാത്ത വലിയ ഭാരത്തോടെ നീ വന്നിരിക്കുന്നത്. പക്ഷെ സങ്കീർത്തനം പറയുന്നു, നാൾ തോറും നമ്മുടെ ഭാരം ചുമക്കുന്ന ഒരു ദൈവം നമുക്കായി ജീവിക്കുകയാണ്. 55-ാം സങ്കീർത്തനം 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. എങ്ങനെയാ ഈ യഹോവയുടെ മേൽ ഭാരം വെക്കുന്നത്? സ്തോത്രം, ഹല്ലേലൂയ. പണ്ട് കാലങ്ങളിൽ ഈ പ്രായമുള്ള ആൾക്കറിയാം, ചുമട് താങ്ങി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. 2 കുത്തനെയുള്ള ഉയർന്ന കല്ലുകളിൽ നെടുകെ വെച്ചിരിക്കുന്ന ബലവത്തായ ഒരു കല്ലിൻ്റെ കഷണം. അതെന്തിനാണെന്നറിയാമോ? അത് വണ്ടിയും വാഹനങ്ങളും ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് തലയിൽ ചുമടുമായി പോകുന്ന ആളുകൾക്ക് അതൊന്ന് താഴെ ഇറക്കി വയ്ക്കുവാൻ ആര് സഹായമില്ലാതെ വരുന്ന പ്രത്യേക സന്ദർഭങ്ങളിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ക്രമീകരിച്ചിരിക്കുന്ന ഈ കല്ലിൻ്റെ അടുക്കൽ, ഈ ചുമട് താങ്ങിയുടെ അടുക്കൽ ചെന്നിട്ട് അവർക്ക് സ്വയമായി ആ ഭാരം അവിടെ ഇറക്കി വെച്ചിട്ട് അവർക്ക് വിശ്രമിക്കാൻ കഴിയുമായിരുന്നു. അതൊരു വലിയ ആശ്വാസമായിരുന്നു. ചുമട് താങ്ങി അതിന്നില്ല. പക്ഷേ ഇന്ന് നമ്മുടെ ചുമട് താങ്ങി എന്ന് പറയുന്നത് കരിങ്കല്ലല്ല, ഒരു തൂണല്ല. നിന്റെ ഹൃദയത്തിൻ്റെ സകല ഭാരങ്ങളും അറിയുന്ന ദൈവം പറയുകയാണ്, നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തും. ഇതെങ്ങനെയാ ഭാരം വയ്ക്കുന്നത്? ഇതെങ്ങനെ ദൈവത്തിൽ ഭാരം വയ്ക്കുന്നത്? അതുകൂടെ പറഞ്ഞ് ഞാൻ സന്ദേശം അവസാനിപ്പിക്കുകയാ. നമ്മൾ ദൈവസന്നിധിയിൽ വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഭാരങ്ങൾ അവൻ്റെ മേൽ ഇറക്കി വയ്ക്കുകയാ. പ്രശ്നങ്ങൾ മറന്ന് സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഭാരങ്ങൾ അവൻ്റെ ഭാഗം ഇറക്കി വയ്ക്കുകയാണ്. ഇന്ന് പകലിൽ നിന്റെ പ്രാർത്ഥന ശക്തമെങ്കിൽ, നിന്റെ ആരാധന ശക്തമെങ്കിൽ, നീ ഭാരത്തോടെ പോകത്തില്ല, നീ വേദനയോടെ പോകത്തില്ല. നിന്റെ സകല ഭാരങ്ങളെയും കാൽവരിയിൽ ചുമന്നൊഴിച്ച കർത്താവ് ഈ സഭായോഗത്തിൽ നിന്നോട് പറയുന്നു, നാൾ തോറും നിന്റെ ഭാരം ചുമക്കുന്ന ഒരു കർത്താവ് നിനക്കായി ഉയരത്തിൽ ജീവിക്കും.